വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൽ ഈ വർഷം നടന്ന താരീഖ് എന്ന വിഷയത്തിന്റെ മോഡൽ പരീക്ഷയുടെ പേപ്പറാണ് ട്ടോ. ഇൽമുൻ നഹ്വിന് തുടക്കം കുറിച്ചതാണ്, അഥവാ ഒന്നാമത്തെ പ്രവർത്തനം ചേരുംപടി ചേർക്കാം എന്നുള്ളതാണ്. ഇൽമുൻ നഹ്വിന് തുടക്കം കുറിച്ചത് ആരാണ്? അലി റളിയല്ലാഹു അൻഹു. ജൂത പ്രമാണി ആണ് ആര്? മുറഖിബ് അല്ലെ. കള്ളപ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാണ്? സജാഹ്. ഉലുൽ അസ്മിനോട് ചോദിച്ച ഏതാണ്? ക്ഷമ, സഹനം. ഇമാമുദ്ദാരിൽ ഹിജറ എന്നറിയപ്പെടുന്ന ആരാണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അതുപോലെ ഇമാമുൽ ഹുദ എന്നറിയപ്പെടുന്ന ആരാണ്? ഇമാം മാതുരീദി റളിയല്ലാഹു അൻഹു. ഹിജറ കലണ്ടർ നിലവിൽ വന്നത് ആരുടെ ഭരണകാലത്താണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ചേരുംപടി ചേർക്കാൻ വന്നിട്ടുള്ളത്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലോണം പഠിക്കട്ടോ. ഇത് മോഡൽ പേപ്പർ ആണ്, ഇതന്നെ വരും എന്നല്ല പറഞ്ഞത്, ഇതേ രൂപത്തിലൊക്കെയാണ് ചോദ്യം വരിക എന്നാട്ടോ. ഇനി രണ്ടാമത്തെ ഒരു പ്രവർത്തനമാണ് 2 വീതം എഴുതാന്, അഥവാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ പരിഷ്കാരങ്ങളിൽ നിന്ന് 2 എഴുതാന്. ഒരുപാട് പരിഷ്കാരങ്ങൾ ഉണ്ടല്ലേ, അതിൽ നിന്ന് 2 എഴുതുക. അഥവാ ജുമുഅയുടെ 1-ാം ബാങ്ക് നടപ്പിലാക്കി, അതുപോലെ നാവികസേന നിലവിൽ വരുത്തി, അല്ലെങ്കിൽ ഖുർആനിന്റെ പല കോപ്പികൾ തയ്യാറാക്കി, അങ്ങനെ ഒരുപാട് പറയണ്ടല്ലോ പുസ്തകത്തിൽ, അതൊക്കെ പഠിക്കട്ടോ. അതുപോലെ തന്നെ അടുത്ത ചോദ്യമാണ്, അദ്ദേഹം വിവാഹം ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കൾ ആരൊക്കെയാണ്? ഇനി 2 ആൾക്കാരുടെ പേര് എഴുതാനാ പറഞ്ഞ. ആരൊക്കെയാണ്? റുഖിയ ബീവി, അതുപോലെ ഉമ്മു കുൽസൂം ബീവി. ഇതൊക്കെ നമ്മുടെ പുസ്തകത്തിലുണ്ട്, അപ്പൊ നല്ലോണം പഠിക്കട്ടോ. അതുപോലെ തന്നെ അതിൽപ്പെട്ട അടുത്ത ചോദ്യമാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമിന്റെ കീഴിൽ വന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അതിൽ നിന്ന് 2 എഴുതാനാണ് പറയുന്നത്. ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലേ, നഹാവന്ത്, അതുപോലെ തന്നെ ഏതാണ്, ജോർദാന്, ഫലസ്തീന്, ഈജിപ്ത്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളില്ലേ, അതിൽ നിന്ന് 2 എഴുതട്ടോ. അടുത്ത ചോദ്യം എന്താണ്? ഊലുൽ അസ്മുകൾ ആരൊക്കെയാണെന്നുള്ളത്. അതിൽ നിന്ന് 2 ഇതാണ്. ചിലപ്പോൾ 3 ചോദിക്കും, ചിലപ്പോൾ 4 ചോദിക്കും, ചിലപ്പോൾ 5 ചോദിക്കും. അപ്പൊ അതിനനുസരിച്ച് പഠിക്കട്ടോ. ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പൊ അതൊക്കെ നല്ലോണം പഠിക്കട്ടോ. അടുത്ത ചോദ്യമാണ്, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. ഫസ്റ്റ് ചോദ്യം എന്താണ്? മുർത്തദ്ദുകൾക്കെതിരെ യുദ്ധം നയിച്ച ഖലീഫ ആര്? ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇസ്രായേൽ വംശത്തെ മോചിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? മൂസ അലൈഹിസ്സലാം. അലി റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത് ആരാണ്? അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്? ആരാണ്? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. എല്ലാരും പഠിച്ചതല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വധിക്കപ്പെടുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് എത്രയായിരുന്നു? എത്ര വയസ്സായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്? 82 വയസ്സ് കേട്ടോ. അപ്പൊ അതുപോലെ ബാക്കിയുള്ള വയസ്സൊക്കെ എന്താണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പഠിക്കണം കേട്ടോ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ സമാഹാരത്തിന്റെ പേര് എന്താണ്? മുവത്ത. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഭരണകാലം വ്യക്തമാക്കാന്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം, അതൊക്കെ പുസ്തകത്തിൽ നോക്കി പഠിക്കട്ടോ. അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വർഷം എഴുതാന്, ഹിജ്റ വർഷം എഴുതാന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടത് ഏത് വർഷമാണ്? ഹിജ്റ 35-ന്. ബൈത്തുൽ മുഖദ്ദസ് മോചനം നേടിയ വർഷം എത്രയാണ്? ഹിജ്റ 16 ട്ടോ. നഹാവന്ത് യുദ്ധം നടന്നത് എത്രയാണ്? ഹിജ്റ 21-ല്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ചത് ഹിജ്റ 15-ല്. അഷ്അരി ഇമാം വഫാത്തായത് ഹിജ്റ 333-ല്. അതുപോലെ ഖാദിസിയ്യ യുദ്ധം നടന്നത് ഹിജ്റ 15-ല്. പാഠഭാഗങ്ങളിൽ വന്ന എല്ലാ ഹിജ്റ വർഷവും പഠിക്കട്ടോ. അത് ആരോഹണ ക്രമമൊക്കെ ആക്കിയിട്ട് പഠിക്കുക, ചെറുതിന്ന് വലുതൊക്കെ അങ്ങനെ കാണാതെ പഠിച്ചാൽ മതിയാവും. ആ കാരണങ്ങൾ ഇങ്ങനെ പഠിക്കുക, അപ്പൊ പിന്നെ ഡേറ്റ് തെറ്റൂല ട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഉത്തരം എഴുതാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ എപ്പോഴും കാണപ്പെട്ടിരുന്ന 3 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പള്ളിയിൽ, അതുപോലെ തന്നെ രോഗസന്ദർശനം നടത്തുന്നിടത്ത്, അതുപോലെ ജനാസയില്. ഈ 3 സ്ഥലങ്ങളിലായിരുന്നു കാണപ്പെട്ടിരുന്നത്. അഖായിദ് വിശദീകരിച്ച 2 ഇമാമുകൾ ആരൊക്കെയാണ്? അബൂ ഹസൻ അശ്അരിയും അബൂ മൻസൂരിൽ മാതുരിദിയുമാണല്ലേ. അടുത്ത ചോദ്യം നോക്കി, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു രാത്രിയെ 3 ഭാഗിച്ചത് എങ്ങനെയാണ്? ഉറക്കം കൊണ്ടും, അതുപോലെ നിസ്കാരം കൊണ്ടും, അതുപോലെ ഇൽമു കൊണ്ടും അല്ലെ. ഉറക്കം, നിസ്കാരം, ഇൽമ്. നമ്മുടെ രാഷ്ട്രപിതാവ് പോലും ഉമർ റളിയല്ലാഹു അൻഹുവിനെ പ്രശംസിച്ചു. ഇതിന്റെ കാരണം എന്താണ്? ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരിയായിരുന്നു. ഖവാരിജുകൾ എന്നാൽ ആരാണ്?
സ്വന്തം യുക്തി അനുസരിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്നവരാണ് ഖവാരിജുകൾ. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു കണ്ട സ്വഹാബി ആരാണ്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ രൂപത്തിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി പഠിക്കുക. ഇത് ഈ വർഷത്തെ മോഡൽ പേപ്പറാണ്. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയുടെ പേപ്പറൊക്കെ നോക്കിയിട്ട് വേണ്ട രൂപത്തില് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.